ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കറിക്കാണെങ്കിൽ നമുക്ക് കിട്ടിയത് കുറച്ച് നത്തോലി മീനും പിന്നെ കൂട്ടത്തിൽ കുറച്ച് ചാളയും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ഈ മീനിനെ നത്തോലി മീൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഈ മീൻ വെട്ടി വൃത്തിയാക്കാൻ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ടെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് നത്തോലി മീൻ കറിയും പിന്നെ കുറച്ചെടുത്തിട്ട് എൻ്റെ സ്റ്റൈലിലൊരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോസ് കണ്ടിട്ട് നല്ല റിവ്യൂ പറയുന്ന ഒത്തിരി പേരുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഈ ഒരു സ്റ്റൈലിൽ മീൻകറി വെക്കുന്ന എത്ര പേരുണ്ട്? ഞാൻ കൂടുതലും ഈ ഒരു സ്റ്റൈലിലാട്ടോ മീൻകറിയൊക്കെ വെക്കാറ്. ജാവ ഈസ് സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് പറയുന്ന പോലെ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ ഇവിടുത്തെ ചോറ് മുഴുവൻ കാലിയാവും കേട്ടോ. ഇവിടെയാണെങ്കിൽ വലിയ മീനിനേക്കാൾ കൂടുതൽ ഇതേപോലത്തെ കുഞ്ഞു മീനുകൾ കറി വെച്ചിട്ടുണ്ടെങ്കിലാണ് കൂടുതൽ ഇഷ്ടം. അപ്പം നമ്മുടെ നത്തോലി മീനൊക്കെ കറി വെക്കാനുള്ളതൊക്കെ ചട്ടിയിലാക്കിയിട്ട് ഞാൻ എൻ്റെ ഫേവറേറ്റ് ഐറ്റം ഉണ്ടാക്കാനുള്ള പണിയിലാണ്. ഈ ഒരു ഐറ്റമാണ് ഇവിടുത്തെ ഇന്നത്തെ സ്റ്റാർ. കുഞ്ഞൻ മീനൊക്കെ കിട്ടുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ കുറച്ച് മോര് കൂട്ടാനും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും നമുക്ക് വേണ്ട കേട്ടോ. ഈ ഒരു കൊത്തിലാണ് കൂടുതൽ കാര്യം ഇരിക്കുന്നത്. അപ്പം നമ്മുടെ പറഞ്ഞ നേരം കണ്ട് ചമ്മന്തിപ്പൊടിയും മീൻകറിയും ഒക്കെ ഇവിടെ റെഡിയായി. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ.